കേരളത്തെ നടുക്കിയ പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ കുറ്റക്കാരൻ ചെന്താമരയുടെ ശിക്ഷാവിധി പിന്നീടുണ്ടാവും. ശിക്ഷാവിധിയിൽ വാദം പൂർത്തിയായി കഴിഞ്ഞു. വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വീണ്ടും ആവശ്യപ്പെട്ടു. പ്രതി സമൂഹത്തിന് ഭീഷണിയാണ്. അയൽവാസികൾക്ക് പ്രതിയിൽ നിന്നും ഭീഷണി ഉണ്ടാകുന്നുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. കേസിൽ ഇരുഭാഗത്തിന്റെയും വാദം പൂർത്തിയായി. CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഏറ്റവും ഉയർന്ന ശിക്ഷ കിട്ടും, ഇതാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. ആ രീതിയിൽ കോടതിയിൽ കേസ് ഫ്രെയിം ചെയ്തു എന്നവർ കരുതുമ്പോൾ ഇന്ന് കോടതിയിൽ നടന്ന വാദങ്ങൾ എന്താണ്? നാളെ ഒരുപക്ഷെ ശിക്ഷാവിധി കോടതി പറയാൻ സാധ്യതയുണ്ടോ? സജിത്ത്, ഇന്ന് ഈ കേസിലെ അവസാന വാദം ആണ് നടന്നത്. അതായത് ശിക്ഷ വിധിക്കുന്നതിന് മുമ്പുള്ള വാദഗതികളാണ് ഇന്ന് കോടതി പരിഗണിച്ചത്. പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ വധശിക്ഷ തന്നെ ആവശ്യപ്പെട്ടു. ഇയാൾ മുൻപും കുറ്റം ചെയ്തിട്ടുണ്ട്. ഈ കുടുംബത്തിലെ തന്നെ ഒരാളെ കൊന്നതാണ്. ഇത് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കൊലപാതകമാണ്. ഇയാൾ സമൂഹത്തിനും കുടുംബത്തിനും ഭീഷണിയാണ്. ഇയാളെ പേടിച്ച് 2 പേർ നാട് തന്നെ വിടുന്ന സാഹചര്യം ഉണ്ടായി. ഇയാൾക്ക് ഒരു മാനസാന്തരവും ഈ കാലയളവിൽ ഉണ്ടായിട്ടില്ല. ഇയാൾ ഒരു ക്രിമിനൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രായം എന്ന ഒരു പരിഗണന ഇയാൾക്ക് നൽകാതെ ഇയാൾക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. ഇതിനെ പ്രതിഭാഗം എതിർത്തത് സാഹചര്യത്തിൽ മാത്രമാണ് ഈ കേസിൽ ചെന്താമരയ്ക്കെതിരെയുള്ളത്. ഈ കൊലപാതകം നടന്ന ഉടനെ തന്നെ ചെന്താമരയെ ഇതിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പ്രതി ഇയാളെ ഫ്രെയിം ചെയ്ത് കുറ്റവാളിയാക്കുകയായിരുന്നു പോലീസ് എന്നാണ് ഈ കേസിൻ്റെ പ്രതിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട വാദമുണ്ടായിരുന്നത്. പ്രായം പരിഗണിക്കണം, അതുപോലെ തന്നെ പണ്ട് ഒരു കേസിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ടത് ഈ ഒരു കേസിനെ ബാധിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ കണക്കാക്കരുതെന്ന് രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ഒരു വിധിയും ഈ പ്രതിഭാഗം ഉദ്ധരിച്ചു. എന്നാണെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള വാദം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ നിയമസഹായ സമിതി നാളെ ഈ ശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപായിട്ടുള്ള അവരുടെ റിപ്പോർട്ട്, മിറ്റിഗേഷൻ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. ഇയാൾക്ക് എന്തെങ്കിലും മനസ്സ് പരിവർത്തനം സംഭവിച്ചിട്ടുണ്ടോ, മാറ്റമുണ്ടായിട്ടുണ്ടോ, ഇയാളുടെ മനോനിലയിൽ മാറ്റമുണ്ടോ, കുറ്റബോധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി പരിഗണിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് ഈ മിറ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അത് നാളെ കോടതിയിൽ സമർപ്പിക്കും. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമായിരിക്കും വിധി പ്രസ്താവന ഉണ്ടാവുക. ഒരുപക്ഷെ എന്ന് വിധി പറയുമെന്നുള്ളത് നാളെ അറിയാൻ സാധിക്കുമെന്നാണ് നേരത്തെ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത്. ഒരുപക്ഷെ നാളെ ഈ മിറ്റിഗേഷൻ റിപ്പോർട്ടിൻ്റെ മുകളിൽ വാദം പൂർത്തിയാക്കി പിന്നീട് ഒരു ദിവസത്തേക്ക് ഈ ശിക്ഷാവിധി മാറ്റാനുള്ള സാധ്യതയുമുണ്ട്. എന്നാണെങ്കിലും നാളെ ചെന്താമരയെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നാളെ വിധി ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. നാളെ വീഡിയോ കോൺഫറൻസ് വഴിയാണ് ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കുന്നത്. കേസിൽ വിധി എന്നാണെന്നുള്ളത് ഒരുപക്ഷെ നാളെ അറിയാമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്. അതാണ് സാഹചര്യം. ചെന്താമര കേസിൽ ചെന്താമരയ്ക്ക് എന്ത് വിധി എന്ന കാര്യത്തിൽ അല്പം കൂടി കാത്തിരിപ്പ് വേണ്ടിവരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.